നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? അദ്ദേഹം ഇവിടെ പറഞ്ഞു ഒരു പുസ്തക കച്ചവടക്കാരനെ വിമർശിക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. അത് അദ്ദേഹം ഞാൻ ചെയ്യുന്ന എന്റെ തൊഴിലിനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അഭിമാനത്തോടുകൂടി തന്നെ പറയുന്നു, അന്തസ്സായിട്ട് പണിയെടുത്താണ് മിസ്റ്റർ ജീവിക്കുന്നത്. അന്തസ്സായിട്ട് പണിയെടുത്ത് ഒരു പ്രസാധകൻ എന്നുള്ള നിലയിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് ഞാൻ അഭിമാനത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. പണിയെടുത്ത് ജീവിക്കുന്ന, നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നവർക്ക്, പണിയെടുത്ത് ജീവിക്കുന്നവരെ കാണുമ്പോൾ തോന്നുന്ന സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് വന്നത്. അതിനെ ഞാൻ അതർഹിക്കുന്ന ആ ഒരു പരിഗണനയെ അതിന് കൊടുക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റിനെ കസേരയോടെ തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് ആ മദാമ്മയെ പ്രതിഷ്ഠിച്ച ഒരു പാർട്ടിയാണിത്. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു. ഇതിന് നീ ഫൈൻ അടക്കേണ്ടി വരും. അല്ലെന്താ മോശമാണോ? അശ്ലീലമാണോ? ഒന്നും അല്ലല്ലോ. എന്താ അശ്ലീലമാണോ അത്? എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. എന്താ അത് നിരോധിക്കപ്പെട്ട വാക്കാണോ? നിരോധിക്കപ്പെട്ട വാക്ക് എന്നുള്ളതല്ല, അത് അങ്ങ് വളരെ ബഹുമാനത്തോടെ ഉപയോഗിച്ചൊരു വാക്കാണോ? എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇതുകൊണ്ട് ഞാൻ ഒറ്റ വീക്ക് വെച്ചെന്നുണ്ടല്ലോ. അൺപാർലമെന്ററി ഒന്നും അല്ലല്ലോ. ഇതൊരു നടക്ക് പോണ മാതിരില്ല. അത് പ്രസാധകന്റെ തനിതരം. പ്രസാധകൻ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളുടെ നിലവാരം പോലെ ഇരിക്കുന്നു അദ്ദേഹത്തിന്റെ വായന്ന് പുറത്തു വരുന്ന വാക്കുകൾ. ഒരു പ്രസാധകനാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉന്നതമായ നിലവാരം പുറത്തു വിശ്വസിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ വായന്ന് പുറത്തേക്ക് വമിക്കുന്ന വിഷവും വാക്കുകളൊക്കെ കേട്ടല്ലോ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടല്ലോ. ഇതാണ് അദ്ദേഹത്തിന്റെ നിലവാരം എന്ന് പറയുന്നത്. പിന്നെ കുരുക്ഷേത്ര പ്രകാശൻ അദ്ദേഹം എങ്ങനെ പുറത്തായിന്നൊന്നും എന്നോട് പറയിപ്പിക്കണ്ട. RSS എങ്ങനെ അദ്ദേഹത്തെ അടിച്ചു പുറത്താക്കി, കുരുക്ഷേത്ര പ്രകാശനെ അടിച്ചു പുറത്താക്കി ഇപ്പൊ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഈ സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. RSSന്റെ പ്രസിദ്ധീകരണ സ്ഥാപനത്തെ അടിച്ചു പുറത്താക്കിയ ഒരാള് വീരവാദം പറയരുത്, വീരസ്യം പറയരുത് എന്നേ പറയുന്നുള്ളൂ. വീരവാദവും വീരസ്യവും പറയരുത്. ഇയാളൊരു പോപ്പുമല്ല, ഇയാളെ ഒന്നുമല്ല. ഇയാളെ പുറത്താക്കിയതാണ് RSS. ഇയാളെ RSS പ്രസിദ്ധീകരണ സ്ഥാപനം പുറത്താക്കിയതാ. കുരുക്ഷേത്ര പ്രകാശനെ പുറത്താക്കിയ ആളാണ്. അതിലപ്പുറം ഒന്നുമല്ല. ഇയാൾ ഒന്നുമല്ല. ഇയാൾക്ക് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി? അവിടെ പുറത്താക്കിയതുകൊണ്ടാണ്. മൃഷ്ടാനം പൂജിച്ച് ജീവിക്കുകയായിരുന്നു. കുരുക്ഷേത്ര പ്രകാശനം മൃഷ്ടാനം പൂജിച്ച് അതിനെ മുഴുവൻ നഷ്ടത്തിലാക്കി തകർച്ചയിലേക്ക് നയിച്ച അവിടെ പുറത്താക്കപ്പെട്ട ആളാണ്. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചു കിട്ടും. നിങ്ങൾ എന്താണെന്ന് വിളിച്ചു പറഞ്ഞു, അത്രേ ഉള്ളൂ. നിങ്ങൾ ടെൻഷൻ ആവണ്ട, നിങ്ങൾക്ക് BP കൂടണ്ട, നിങ്ങൾ ടെൻഷൻ ആവണ്ട. വെള്ളി വീഴുന്നുണ്ട്, ശബ്ദത്തിൽ വെള്ളി വീഴുന്നുണ്ട്. നിങ്ങൾ ടെൻഷൻ ആവണ്ട, BP കൂടണ്ട. നിങ്ങൾ ആരാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി, അത്രേ ഉള്ളൂ. ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല. നിങ്ങൾ ടെൻഷൻ ആവണ്ട, BP കൂടണ്ട. വെള്ളം കുടിക്കാൻ കൊടുക്കാൻ ടെൻഷൻ മാറണ്ടാക്കും ഒരു മനുഷ്യൻ. ടെൻഷൻ ആവുന്നു. ഇത് കണ്ടോ, ആനയുടെ കാലായത് ഞാനത് പിടിക്കുക. മല്ലയാ, ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ.